ഇന്ന് രാവിലെ മുതൽ തന്നെ, അതായത് വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ തന്നെ മലയാള മാധ്യമങ്ങളെല്ലാം കൈരടിയേക്കാൾ കഷ്ടമായിട്ടുള്ള തലക്കെട്ടുകളുമായിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയത്. അതിൽ പ്രധാനമായത് BJPയുടെ താമരയെ പിഴുതെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് കടന്നു വരുന്നു ഹരിയാനയിൽ നിന്നുള്ള വാർത്തകളായിരുന്നു. ഏതായാലും BJP ക്യാമ്പിലടക്കം വലിയ നിരാശയിലായിരുന്നു. കാരണം ഇന്നലെ തന്നെ BJPയുടെ പല നേതാക്കളും BJPക്ക് ഭരണം കിട്ടില്ല എന്ന ഒരു ചിന്താഗതിയിലേക്ക് മുൻപോട്ട് പോകുന്ന കാഴ്ചകൾ. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴും എക്സിറ്റ് പോളുകൾ കാണുമ്പോഴുമൊക്കെ വലിയ നിരാശയിൽ തന്നെയായിരുന്നു BJPയുടെ അണികൾ ഭൂരിഭാഗം പേരും. ഒപ്പം തന്നെ ഈ മലയാള മാധ്യമങ്ങളുടെ ഈ അലറി വിളിയിൽ ആനന്ദം കണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിന്ന് കളിച്ചവരൊക്കെ ആയുസ് കേവലം 2 മണിക്കൂർ മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് കണ്ടത് വളരെ പിന്നോക്കം പോയ BJP തിരിച്ചു വരുന്ന വലിയ കാഴ്ച. ഇതിനിടയിൽ ചില കാഴ്ചകൾ നമ്മൾ കണ്ടു. AICC ആസ്ഥാനത്ത് പടക്കം പൊട്ടിച്ച് കോൺഗ്രസ് ആഘോഷിക്കുകയോ, പക്ഷേ അവിടെ അവർക്ക് അപശകുനം പോലെ അവർ അവിടെ വിതരണം ചെയ്തത് കാവി ലഡ്ഡു ആയിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ നാഷണൽ ലെവലിൽ നിന്ന് വരുന്ന വലിയ തമാശ. ഏതായാലും ആ കാവി ലഡ്ഡു ഗുണപ്പെട്ടത് BJPക്കാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും രാവിലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നവരൊക്കെ ഇപ്പോൾ മാളത്തിലേക്ക് വലിഞ്ഞിരിക്കുന്നു. മരണ വീട് പോലെയായി സോഷ്യൽ മീഡിയ. ഇപ്പോഴേതായാലും നമുക്ക് കാണാൻ കഴിയുന്ന BJP പ്രവർത്തകരുടെ ഒരു വലിയ ആഹ്ലാദ തിരതൽ തന്നെയാണ് വിവിധ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. BJPയുടെ ഒരു വമ്പൻ തിരിച്ചുവരവ്, BJPക്കാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വലിയ തിരിച്ചുവരവ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഒടുവിൽ ചിരിച്ചത് സംഘികൾ തന്നെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എക്സിറ്റ് പോളുകളുടെ വിശ്വാസത തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും കിട്ടുന്ന ഗുണപാഠവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.